SP ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂർ ഇവിടെ നടന്നു വരുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെ മൗന സമ്മതത്തോടെ എന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു. നമസ്കാരം, ഞാൻ MK തോമസ്. ഞാൻ ഇതിൻ്റെ വീഡിയോയിലെ കണ്ടന്റിൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നേരത്തെ കുറേ നാളുകൾക്ക് മുമ്പ് അഡ്മിഷൻ എടുക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങൾ എന്ന പങ്ക്തിയിൽ SP ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വാർത്ത ഞാൻ ഇട്ടിരുന്നു. ഇത് വായിച്ചവരും കണ്ടവരും കേട്ടവരും വീണ്ടും എന്തിനാ എന്നെ വിളിച്ചു ചോദിക്കുന്നത് SP കോളേജ് ഓഫ് നഴ്സിംഗ് നല്ലതാണോ? ഞാൻ എന്നേ പറഞ്ഞു കഴിഞ്ഞു. SP ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഞാൻ മുമ്പിട്ട വാർത്ത നിങ്ങൾക്ക് വീണ്ടും പരിശോധിക്കുന്നതിന് ഈ വീഡിയോയുടെ ആദ്യത്തെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിടുന്നുണ്ട്. ഒന്ന് പരിശോധിച്ചാട്ടെ. ഇനിയും ഞാൻ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനമായിട്ട് വേറൊരു കാര്യം തരാം. ഇവരുടെ ഒരു സാധനമാണ് ഇവിടെ നടക്കുന്നത്. SP ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ കീഴിൽ നടക്കുന്നത് SP കോളേജ് ഓഫ് നഴ്സിംഗ്, ഹീന കോളേജ് ഓഫ് നഴ്സിംഗ്, സെഞ്ചുറി കോളേജ് ഓഫ് നഴ്സിംഗ്. മറ്റൊന്നും കൂടി ഡോക്ടർ NB കോളേജ് ഓഫ് നഴ്സിംഗ്. ഈ കോളേജ് സ്ഥിതി ചെയ്യുന്ന ചിത്രദുർഗയിലാണ്. മൊത്തം ഉടായ്പ്. ഇത് മനസ്സിലായത് ഇതിൻ്റെ അഡ്മിഷൻ പ്രൊഫോർമ ഇത് കണ്ടോ, ഈ പ്രിൻസിപ്പാളിൻ്റെ പേര് കണ്ടോ, ബൃന്ദാലക്ഷ്മി. അതിന് തൊട്ടപ്പുറത്ത് എടുക്കുന്ന മൊബൈൽ നമ്പർ കണ്ടോ, അത് ഡയൽ ചെയ്യുമ്പം SP കോളേജിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അനീഷ് റുക്സാനയുടെ നമ്പറാണ് വരുന്നത്. മനസ്സിലായോ? ചിത്രദുർഗ കോളേജിൻ്റെ പ്രിൻസിപ്പാളിൻ്റെ നമ്പറിന് അനീഷ് റുക്സാനയുടെ. ഈ മാനേജ്മെൻറ്റ് ഇവരൊക്കെയാണ് ഇതിൻ്റെ ഇവരുമായിട്ട് നടക്കുന്ന തട്ടിപ്പാണ്. ഇവിടെ ഇൻസ്പെക്ഷൻ ചെയ്യാൻ യൂണിവേഴ്സിറ്റിയുടെ അധികൃതർ പോയിരുന്നു. ഒരു സബ്ജക്ട് എക്സ്പേർട്ട്, ഒരു അക്കാഡമിക് കൗൺസിൽ മെമ്പർ. അവർ പോയി ഇതെല്ലാം പരിശോധിച്ച് ഓക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബിൽഡിംഗ് എവിടാന്ന് അവർ പറഞ്ഞിട്ട് അവർ കണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇതിന് കൊടുത്തിരിക്കുന്ന ആശുപത്രി SB ഹോസ്പിറ്റൽ ചിത്രദുർഗ 100 ബെഡെന്ന് KPME പറയുന്നു. ഇതുകൊണ്ട് ഇതിൻ്റെ പടം കണ്ടോ. എവിടെയെങ്കിലും ഒരു രോഗികളായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പക്ഷേ ഇതിന് പകരം ഇതിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് ലെസ് ദാൻ 30 ബെഡ്. ഇതാണ്. നിരവധി കള്ളത്തരങ്ങളുണ്ട്. ഈ ഗ്രൂപ്പിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. SP കോളേജ് ഓഫ് നഴ്സിംഗിലോ, ഹീന കോളേജ് ഓഫ് നഴ്സിംഗിലോ, സെഞ്ചുറി കോളേജ് ഓഫ് നഴ്സിംഗിലോ പഠിക്കാൻ പോകുന്നവർ ഈ ഇൻസ്പെക്ഷൻ പ്രൊഫോമ ചോദിച്ചു വാങ്ങി മനസ്സിലാക്കുക. അധ്യാപകരെ, പ്രിൻസിപ്പലിനെ, മറ്റധ്യാപകരെ നേരിട്ട് കാണുക. മാസ് റൊട്ടേഷൻ നേരിട്ട് വാങ്ങിക്കുക. എന്നിട്ട് ഇവിടെ ഈ ഡോക്ടർ NBയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി. കുറേ കുട്ടികൾ നേരത്തെ പഠനം നിർത്തിപ്പോയതാണ്. ചിത്രദുർഗയിലല്ല അവർ ക്ലാസ് ഇരുത്തി പഠിപ്പിക്കുന്നത്. അതും യൂണിവേഴ്സിറ്റി അധികൃതർ ഒത്താശയോടുകൂടി. ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ അവർ തെളിയിക്കട്ടെ. കുറേ മലയാളി ഏജന്റുമാരുണ്ട് ഇവിടെ. ഇവരെ ഉദ്ധരിക്കാനായിട്ട് നിങ്ങളുടെ പോക്കറ്റിലെ പണം കൊള്ളയടിക്കാനും. നല്ലൊരു നേഴ്സാകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ദയവായിട്ട് ഈ കോളേജിൽ നിങ്ങൾക്ക് വിട്ടു നിൽക്കുക. പഠിച്ചില്ലെന്നേ ഉള്ളൂ. കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം വെറുതെ കൊണ്ടുപോയി കൊടുക്കണോ? ഇതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പോയ വർഷങ്ങളിൽ ഈ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന് അംഗീകാരം ഉണ്ടോ ഇല്ലയോ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ലഭിച്ചില്ല അതും പരിശോധിക്കണം. നിങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു വിവരാവകാശ നിയമം 2005 പ്രയോഗിക്കുക. നിങ്ങളെ ആരും തടയത്തില്ല. അത് നിങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് ഈ ഏജന്റുമാരോട് അഡ്മിഷൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇൻസ്പെക്ഷൻ പ്രൊഫോർമ അതും അതിനോട് ഉള്ളടക്കം ചെയ്ത് യൂണിവേഴ്സിറ്റി ഒടുക്കുന്ന മുഴുവൻ ഡോക്യുമെൻറ്റും അവൻ്റെ അടിയാധാരമാണ്. അത് വാങ്ങിച്ച് പരിശോധിക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇനി എന്നെ ഈ കാര്യത്തിൽ നിങ്ങൾ ആരും വിളിക്കണ്ട, ഞാൻ പറയത്തുമില്ല. സോ ജാഗ്രത പാലിക്കുക. താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമൻ്റൊക്കെ പറയുക. SBയുടെ മറ്റൊരു തട്ടിപ്പുമായിട്ട് അടുത്തൊരു വീഡിയോയിലിട്ട് ഞാൻ പറഞ്ഞുതരാം. നന്ദി, നമസ്കാരം.